സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കുന്ന വിവരം ബാബർ അസം അറിയിച്ചത്. സെപ്റ്റംബറിൽ തന്റെ തീരുമാനം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെയും ടീം മാനേജ്മെന്റിനെയും അറിയിച്ചിട്ടുണ്ടെന്നും ബാബർ അസം കൂട്ടിച്ചേർത്തു. നായകസ്ഥാനം ജോലിഭാരം കൂട്ടിയെന്നും സ്ഥാനമൊഴിയുന്നതോടെ ബാറ്റിംഗിൽ ടീമിന് കൂടുതൽ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നതായും ബാബർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ICCയുടെ പുതിയ ടെസ്റ്റ് റാങ്കിങ്ങിൽ ആദ്യ 10 നിന്നും ബാബർ അസം പുറത്തായിരുന്നു. പ്രിയ ആരാധകരെ, ഞാൻ നിങ്ങളുമായി ചില വാർത്തകൾ പങ്കിടുന്നു. കഴിഞ്ഞ മാസം PCBക്കും ടീം മാനേജ്മെന്റിനും നൽകിയ അറിയിപ്പ് പ്രകാരം പാകിസ്ഥാൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതാണ് ബാബർ അസം എക്സിൽ കുറിച്ച വാക്കുകൾ. 1 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് നായകസ്ഥാനത്ത് നിന്നും ബാബർ അസം രാജിവെക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിലെ പാകിസ്ഥാന്റെ മോശം പ്രകടനത്തെ തുടർന്ന് ബാബർ 3 ഫോർമാറ്റുകളുടെയും ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ചിരുന്നു. PCBയിൽ നേതൃമാറ്റം സംഭവിച്ചതോടെയാണ് ബാബർ വീണ്ടും നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരുന്നത്. എന്നിട്ടും ടീമിന്റെ തുടർ തോൽവികളിലും വ്യക്തിഗത പ്രകടനത്തിലും വ്യാപക വിമർശനവും സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ട്രോൾ മഴയും തുടരുന്നതിനിടയിലാണ് ബാബർ വീണ്ടും നായകസ്ഥാനം ഒഴിയുന്നത്. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.